രഞ്ജിത്ത്, ആക്ച്വലി ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന റേഞ്ചിലുള്ള ഡ്രസ്സുകളൊക്കെ അവൾക്ക് സെലക്ട് ചെയ്യാനൊന്നും അറിയില്ല. ഈ വിലയുള്ള ഡ്രസ്സുകളൊന്നും അവളെ കണ്ടിട്ടുകൂടി ഉണ്ടാവില്ല. പാവങ്ങളല്ലേ. അവള് തന്നെ ഡ്രസ്സ് എടുക്കാൻ പോയാലും ഒരു 100-200 രൂപയുടെയൊക്കെ സാരി എടുക്കുള്ളൂ. ഒരാൾക്ക് അറിയുന്ന കാര്യമല്ലേ അവരവർക്ക് കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് എല്ലാവർക്കും കൂടി നോക്കാന്നേ. അത് മതി രഞ്ജിത്ത്. രഞ്ജിത്തും വേദയും കൂടിയാ ഇത് സെലക്ട് ചെയ്യേണ്ടത്. വേദ, താനെന്തെങ്കിലും മാറി നിൽക്കുന്നേ? നിങ്ങളെല്ലാരും കൂടി വലിയ വലിയ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പിന്നെ ഞാൻ എന്ത് പറയാനാ? വേദ, ഇങ്ങ് വന്നേ. വരാൻ. നിങ്ങൾ രണ്ടുപേരും കൂടി വേണം ഇനിയുള്ളതെല്ലാം സെലക്ട് ചെയ്യാൻ. ടൈം എടുത്തോ, പക്ഷെ സെലക്ഷൻ എല്ലാം അടിപൊളിയായിരിക്കണം. പോയി സെലക്ട് ചെയ്ത രണ്ടുപേരും. അങ്ങോട്ടും പോകാം ഇങ്ങോട്ടും പോകാം. അങ്ങോട്ട് പോയി നോക്ക്. എന്നാ അങ്ങോട്ട് പോക്കോ. ഞാനും അങ്ങോട്ട് പോണമായിരിക്കും അല്ലേ? എന്തിനാണ് ഇങ്ങോട്ട് ഇടിച്ചു കയറി വന്നത്? ഞാനിവിടെ അല്ലേ നിൽക്കുന്ന മാഡം, അങ്ങോട്ട് വന്നതേ ഇല്ലല്ലോ. വരണ്ട. പക്ഷെ എങ്ങനെയാ എല്ലാവരും നിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. അതിന് നീ മിടിക്കുകയാണല്ലോ. രഞ്ജിത്ത് ഇപ്പൊ നിന്നെ കണ്ടത് കണ്ടു, സംസാരിച്ചത് സംസാരിച്ചു. ഇനി പർച്ചേസ് തീരും വരെ ഒരാളുടെയും കൺമുന്നിൽ നീ ഉണ്ടാവാൻ പാടില്ല. വെളിപ്പോ. എന്നിട്ട് അവിടെ എവിടെയെങ്കിലും പോയി അടങ്ങി ഒതുങ്ങി നിൽക്ക്. ചെല്ലടി. രഞ്ജിത്ത് മാത്ര ഈ പരിഗണന മൊത്തം അവൾക്ക് കൊടുക്കുന്നത്. ഒന്ന് പറഞ്ഞേക്കണേ ഹരിദേവനോട്. അവനോട് പറയാന്നേ ഉള്ളൂ. ചിലപ്പോഴൊക്കെ അവന് ചില നിർബന്ധ ബുദ്ധികളുണ്ട്. ചേച്ചി നോക്കിയേ, ഇതോ? ഇതത്ര പോരാ. ഈ കളർ നോക്കിയാലോ? വിടറാ. നീ എപ്പോഴാ ഇങ്ങോട്ട് വന്ന് ചാടിയത്? ഇപ്പോ അല്ല, അച്ഛനെന്താ എങ്ങോട്ട് മാറിയിരിക്കുന്നേ? അവിടെ പെണ്ണുങ്ങളുടെ ഡ്രസ് എടുക്കലിന്റെ മേളമല്ലേ? സത്യത്തിൽ അവിടെ നമുക്കെന്താടാ ഡ്യൂട്ടി? പിന്നെ എന്തിനാ അച്ഛൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയേ? അത് പിന്നെ എല്ലാവരും വേണമെന്നുള്ളത് ഒരു ചടങ്ങാണല്ലോടാ. ആയിക്കോട്ടെ, ചടങ്ങ് ഞാൻ അടങ്ങും, കൊഴിപ്പിച്ചേക്കാം. ഹലോ അളിയാ. അളിയെ ഇവിടെ അങ്ങ് കൊഴിപ്പിക്കാൻ തന്നെ വന്നതാണല്ലേ? അല്ല, അളിയനെന്താ ഇങ്ങനെ മാറി കിടക്കുന്നേ? അല്ല, അളിയൻ അവിടെ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ വരേണ്ടതല്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. അതെന്താ അളിയാ, ഞാനാണല്ലേ? അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. അല്ല, അച്ഛനും കൂടി മാറി നിൽക്കുമ്പോ അളിയനും കൂടി മാറി നിൽക്കുന്നത് ശരിയല്ലല്ലോ, അല്ലേ അച്ഛാ? അത് ശരി. അതെ, ഞാനിപ്പോഴേ അവരോടൊക്കെ അളിയന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഓ, എന്താ പറഞ്ഞേ കേക്കട്ടെ? അത് പിന്നെ അളിയന്റെ ഈ വരവിനെ കുറിച്ചൊക്കെ പറയുകയായിരുന്നു.
ആരും പ്രതീക്ഷിക്കാത്ത സമയത്താണ് അളിയൻ ഇങ്ങനെ ആകാശത്ത് നിന്ന് പുലിമുരുകലിലെ മോഹൻലാലിനെ പോലെ വരുമെന്ന് പറഞ്ഞത്. സാധാരണ അങ്ങനെയാണല്ലോ അളിയ. അങ്ങനെ വേണ്ടേ അളിയാ? അങ്ങനെയൊക്കെ വന്ന് കഴിഞ്ഞാലല്ലേ ഒരു ഗുമ്മുണ്ടാവൂ അല്ലേ? പോടും.